പ്രളയല്ലേരി ഭാവവുമായി പുളകം ചൊരിയുന്നു രാവുലർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ രാവുലർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷൻവിസ് ഗെയിമർ. അപ്പോൾ നമ്മളിന്ന് ഡബിൾ ടച്ചും പിന്നെ ഫേക്ക് ഷോട്ടും എങ്ങനെയാണ് ചെയ്യാമെന്നാണ് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഏതായാലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റേതായ പ്രശ്നമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ സ്കില്ല് കാണിച്ചിട്ടുണ്ട്. ഡബിൾ ടച്ച് സ്കില്ല് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ മുന്നേ നമുക്ക് വേണ്ട ഡബിൾ ടച്ച് ഉള്ള പ്ലെയേഴ്സാണ്. ഇപ്പോൾ ഗ്രീസ്മാൻ ഇതാ ഡബിൾ ടച്ച് ഉണ്ട്, അതുകൊണ്ട് ഗ്രീസ്മാൻ അതാക്കിയ ഡബിൾ ടച്ച് ആവും. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഓക്കെ, ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഡാഷ് അമർത്തിയിട്ട് വിടുന്ന സമയത്ത് തന്നെ, അതായത് ഡാഷ് അമർത്തിയിട്ട് വിടുന്ന സമയത്ത് തന്നെ ജോയ്സ്റ്റിക്ക് ഫ്ലിക്ക് ചെയ്യുക. ഓക്കെ, ജോയ്സ്റ്റിക്ക് ഇപ്പോൾ ഗ്രീസ്മാൻ നിൽക്കുന്ന ഏത് ഭാഗത്താണോ അവിടത്തേക്ക് ജോയ്സ്റ്റിക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പം മെസ്സിക്കും നെയ്മറിന് ഇവർക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണോ ഉള്ളത്, അതായത് ഡാഷ് നക്കിയിട്ട് ഏത് ഭാഗത്താണോ പ്ലെയർ ഉള്ളത് ആ ഭാഗത്തേക്ക് ജോയ്സ്റ്റിക്ക് ഫ്ലിക്ക് ചെയ്യാണ്ടേ. ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഫേക്ക് ഷോട്ട് ആണെങ്കിൽ ഇതാണ് നമ്മൾ ഫേക്ക് ഷോട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡാഷ് അമർത്തിയിട്ട് നേരത്തെ പോലെ തന്നെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാഷ് അമർത്തുക. എന്നിട്ട് അപ്പാടെന്താ ഡാഷ് അല്ല ഷൂട്ട് അമർത്തുക. സോറി മൈ മിസ്റ്റേക്കാണ്. ഷൂട്ട് അമർത്തിയിട്ട് നേരത്തെ പോലെ തന്നെ ഏത് ഭാഗത്തേക്കാണെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ ജോയ്സ്റ്റിക്ക് ഒന്ന് ഫ്ലിക്ക് ചെയ്താൽ മതി. ഏത് ഭാഗത്തേക്കായാലും കുഴപ്പമില്ല. ഇത് എല്ലാ പ്ലേസിനുള്ള സ്കില്ലാന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇതാ ഷൂട്ട് അമർത്തുക, ഏത് ഭാഗത്തേക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്യുക ജോയ്സ്റ്റിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന സംഭവം മാത്രമാണ് ഇതും ഡബിൾ ടച്ച് എന്ന് പറഞ്ഞ സാധാരണ സ്കില്ലും. വീഡിയോ ഹെൽപ്ഫുൾ ആയി ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ്. ബൈ.